വീണ്ടും കേട്ടു. ഹശോ. അമ്മ. ആ എന്താ റിയ കുട്ടി? അയ്യോ റിയ കുട്ടി, ഉണ്ണിക്ക് പാല് വെക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ അടുപ്പ് കത്തിക്കാൻ നോക്കുന്നത്. പക്ഷെ അമ്മയെ കൊണ്ട് ഈ അടുപ്പ് കത്തിക്കാനേ പറ്റുന്നില്ല. എടി കള്ളി, അമ്മനെ കൊണ്ടേ കത്തിക്കാൻ പറ്റുന്നില്ല, ഉണ്ണിക്കുട്ടി എങ്ങനെ കത്തിക്കും? ഓ പിന്നെ ഉണ്ണിക്കുട്ടി ഒന്നും കത്തിക്കണ്ട, ഉണ്ണിക്കുട്ടി മിണ്ടാതെ അവിടെ നിന്നാ മതി കേട്ടോ, അമ്മ കത്തിച്ചോളാം. ഐഷു, ദാ നീ ചോദിച്ച അരി, പച്ചക്കറി, പാല് എല്ലാം ഉണ്ട്. ഇടി, ഞാൻ നിന്നെ കൊണ്ട് എന്താ പറഞ്ഞിട്ട് പോയത്? അടുപ്പ് കത്തിച്ച് തീ പിടിപ്പിക്ക്, ഞാൻ കടയ്ക്ക് പോയി എല്ലാം വാങ്ങിച്ചിട്ട് വരാന്നല്ലേ പറഞ്ഞിട്ട് പോയത്. ഞാനേ കടയ്ക്ക് പോയി എല്ലാം വാങ്ങിച്ചിട്ട് വന്നു, നീ ഇനി അടുപ്പ് പോലും കത്തിക്കാതിരിക്കണേ. അയ്യോ ഷമീർ, ഞാൻ ഈ അടുപ്പിന് തീ കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ടാ 1 മണിക്കൂറായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈ അടുപ്പ് എങ്ങനെ കത്തിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല ഷമീർ. അടിപ്പാവി, അടുപ്പ് പോലും കത്തിക്കാൻ അറിയില്ലേ? ഇവൾ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി, അത് ഞാൻ എങ്ങനെ കഴിച്ച്? അല്ലാ ഷമീർ. ആ എന്താ ഐഷു? എന്താ ഷമീർ, ഞാൻ ഈ അടുപ്പ് കത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ്. നിങ്ങൾ എന്താ ആലോചിച്ചിട്ടിരിക്കണേ? എന്നാ പിന്നെ ഒന്ന് ഈ അടുപ്പ് കത്തിക്കാൻ സഹായിച്ചൂടെ? എടി, നിനക്ക് ഈ അടുപ്പ് പോലും കത്തിക്കാൻ അറിയില്ലേ, പിന്നെ എങ്ങനെയാണ് നീ ഭക്ഷണം ഉണ്ടാക്കുക? അയ്യോ ഷമീർ, അടുപ്പ് കത്തിക്കാൻ മാത്രം അറിയാത്തത്, പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അല്ല, ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം അടുപ്പല്ലേ കത്തിക്കേണ്ടത്. അടുപ്പേ കത്തിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ നീ ഭക്ഷണം ഉണ്ടാക്കി, അത് ഞാൻ എങ്ങനെ കഴിച്ച്? ഷമീർ, എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്നെ കണ്ടെന്ത് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തവളെ പോലെ ഉണ്ടോ? അത് മാത്രമല്ലാതെ ഇത് ഗ്യാസ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ 2 മിനിറ്റ് കൊണ്ട് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കി തന്നെ. പക്ഷെ ഇത് അടുപ്പായത് കൊണ്ട് എനിക്ക് ഇത് എങ്ങനെ കത്തിക്കണം എന്ന് അറിയുന്നില്ല. അത് മാത്രമല്ലാതെ ഞാൻ എന്ത് ഇതുപോലെ വില്ലേജിൽ ജനിച്ചതാണോ? ഞാൻ ദുബായിൽ ജനിച്ചതാണ്. അവിടെ ഇതുപോലെ അടുപ്പും കിടപ്പൊന്നും ഇല്ല. അല്ലാതെ ഞാൻ ഇതുപോലെ നാട്ടിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ അടുപ്പ് കത്തിച്ച് ബിരിയാണി ഉണ്ടാക്കി തന്നെ. അതെ, നാട്ടിൽ ജനിച്ചതാണെങ്കിൽ ഇപ്പൊ നീ ബിരിയാണി ഉണ്ടാക്കി ഞാൻ കഴിച്ചു തന്നെ. അത് ശരി, എനിക്ക് അടുപ്പ് കത്തിക്കാൻ അറിയുന്നില്ല. എന്നാ പിന്നെ നിങ്ങളൊന്ന് കത്തിക്ക് നോക്കട്ടെ. ഹേയ്, എന്താ പിന്നെ കത്തിക്ക് നോക്കട്ടെ എന്നോ? ഇവിടത്താ, ഞാൻ കത്തിച്ചു തരാം. ആ കത്തിക്ക്. ഇപ്പൊ ഞാൻ എങ്ങനെ ഈ അടുപ്പ് കത്തിക്കണെന്ന് കണ്ടുപഠിക്കുമോളെ. ആദ്യം കത്തിക്ക്, എന്നിട്ട് ഞാൻ കണ്ടു പഠിച്ചോളാം. എങ്ങനെ? ആ 1 മിനിറ്റ്. ആ എന്താ ഇഷ്യൂ ഇത് കത്താത്തത്? ഇതല്ലേ ഞാൻ നേരത്തെ മുതലേ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഈ അടുപ്പ് കത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ സാറേ എന്താ പറഞ്ഞത്? എനിക്ക് അടുപ്പ് കത്തിക്കാൻ അറിയുന്നില്ല, ഞാൻ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനാന്നോ? ഇപ്പൊ നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയോ? അത് ശരി, ഞാനെങ്കിലും ദുബായിൽ ജനിച്ച കുട്ടി, അതുകൊണ്ട് എനിക്ക് അറിയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ നാട്ടിലല്ലേ ജനിച്ചത്, നിങ്ങൾക്ക് പോലും അറിയുന്നില്ല. പിന്നെ ഡോക്ടർ ഷമീർ അഹമ്മദ് MBBS F4CS, എന്നാ പിന്നെ ഒരു അടുപ്പ് പോലും കത്തിക്കാൻ അറിയുന്നില്ല. എടി ഓവറാക്കല്ലേ. MBBS എന്നും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ എന്താ അടുപ്പ് എങ്ങനെ കത്തിക്കണം എന്നാണോ പറഞ്ഞിരുന്നത്? അത് ശരി, അപ്പൊ ഞാൻ മാത്രം എന്താ ദുബായിൽ നിന്ന് വരുമ്പോ അടുപ്പ് എങ്ങനെ കത്തിക്കണം എന്നാണോ പഠിച്ചിട്ട് വന്നത്? ഇപ്പൊ മനസ്സിലായോ? നിങ്ങളെ കൊണ്ടേ കഴിയുന്നില്ല, എന്നാ പിന്നെ എന്നെ കൊണ്ട് എങ്ങനെ കഴിയും? എടി, ഈ ഷമീരെ കൊണ്ട് കഴിയാത്ത കാര്യം പറഞ്ഞ ഒന്നുമില്ല. ഈ അടുപ്പല്ലേ കത്തിക്കേണ്ടത്. ഇപ്പൊ ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. ഓ, കത്തിച്ചാ കാണാം. ഇവൾക്ക് വായ് കുറച്ച് കൂടുതലാണ്. അല്ല, ഇവളുടെ മുമ്പിൽ എന്റെ മാനത്തിനൊന്ന് വാങ്ങാതെ ഈ അടുപ്പ് ഇപ്പോഴെങ്കിലും ഒന്ന് കത്തണം. ഹോയ്, എന്താ പറഞ്ഞത്? ഈ ഷമീരെ കൊണ്ട് അടുപ്പ് കത്തിക്കാൻ കഴിയില്ലെന്നോ? ഇപ്പൊ കണ്ട, ഇങ്ങനെയാണ് അടുപ്പ് കത്തിക്കേണ്ടത്. കണ്ടു പഠിക്കുമോളെ. ഓ മതി മതി, എന്തോ ഒരു അതിശയത്തിൽ അടുപ്പ് കത്തിപ്പോയി. അതിന് ഇത്രയും വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവളുടെ വായ്ക്ക് ഒരു കുറവുമില്ല. എന്താ അമ്മോ? അശോ, അച്ഛൻ മറന്നുപോയല്ലോടാ. ശരി ശരി, റിയ കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞ് അച്ഛൻ കടയ്ക്ക് പോയി ചോക്ലേറ്റ് മേടിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ ചോക്ലേറ്റ് കഴിച്ചാൽ മതി, എന്നാ പിന്നെ പാലൊന്നും കുടിക്കണ്ട,
കഴിക്കണ്ട. എടി എന്റെ മകളിനെയാണോ ചീത്ത പറയണേ? ആ നല്ല തല്ല് വെച്ചരും കേട്ടോ. എന്താമ്മോ അച്ഛൻ അമ്മനെ ചീത്ത പറഞ്ഞു, ഇപ്പൊ ഓക്കെ അല്ലേ? അതെ, അച്ഛൻ നല്ല മകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഇരുന്നോ. എന്നാ പിന്നെ അവൾ ഒന്നും കഴിക്കണ്ട, വെറും ചോക്ലേറ്റ് മാത്രം കഴിച്ചു വളർന്നോട്ടെ. ഓ പിന്നെ എന്റെ മകളിനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി വളർത്തിക്കോളൂ. എനിക്കിപ്പോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണം. രണ്ടുപേരും ഇവിടെ നിന്ന് പോയി തരുവോ? ഓ എന്റെ അമ്മോ, ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊന്നും പറയണ്ട. അടുപ്പ് പോലും കത്തിക്കാൻ അറിയാണ്ട് ഇവളടിക്കുന്ന ഡയലോഗാണ് സഹിക്കാൻ വയ്യാത്തത്.